പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ഒരുക്കി തന്ന കുരിശ് മരണത്തെയും കുരിശിൽ ചിന്തിയ അവിടുത്തെ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയെയും അവകാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ അങ്ങയുടെ മക്കളായി ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ തിരുരക്തത്തിന്റെ നോവേനയിൽ പങ്കുചേർന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങയുടെ തിരുരക്തത്തിന്റെ രക്ഷാകര ശക്തിയും യോഗ്യതകളും അതിന്റെ ഫലങ്ങളും നിറച്ച് ഈ മക്കളെല്ലാവരെയും, ഇവരുടെ കുടുംബങ്ങളെയും, ഇവരുടെ പ്രിയപ്പെട്ട മക്കളെയും വേദനകള്, രോഗങ്ങള്, ദുഃഖഭാരങ്ങള്, സാമ്പത്തിക ഞെരുക്കങ്ങള്, ജീവിതത്തിലെ പ്രതിസന്ധികള്, തടസ്സങ്ങള്, പൈശാചിക പീഡകള് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവേ, ഈ രക്ഷാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈ മക്കൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കുരിശിനാലേ ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കർത്താവിന്റെ പീഡാസഹനത്തിന്റെയും അവിടുത്തെ ചിന്തിയ രക്തത്തിന്റെയും യോഗ്യതയും അതിന്റെ രക്ഷാകര ഫലങ്ങളും സ്വന്തമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണല്ലോ ഈ തിരുരക്തത്തിന്റെ നൊവേനയിലൂടെ. ഇന്ന് നമ്മള് 6-ാമത്തെ ദിവസത്തില് ആയിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോ കുരിശിന്റെ വഴിയിൽ ചിന്തിയ തിരുരക്തത്തെ നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എടുത്തിരിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 16-17 തിരുവചനങ്ങൾ. അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. അവൻ സ്വയം കുരിശു ചുമന്ന് തലയോടിടം, എബ്രായ ഭാഷയിൽ ഗൊൽഗോഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. ഈശോയുടെ കുരിശിന്റെ യാത്ര, പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ ഭാരമുള്ള കുരിശ് ചുമന്നുകൊണ്ട് ഈശോ കാൽവരിയിലേക്ക്, ഗോൽഗോഥായിലേക്ക് ഇതാ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ വേണ്ടി നടന്ന് സ്വയം കുരിശ് ചുമന്നുകൊണ്ട് ഈശോ നടന്നു പോവുകയാണ്. ആ കുരിശിന്റെ ഭാരം താങ്ങാനാകാതെ 3 വട്ടം കുരിശിന്റെ വഴിയില് ധ്യാനിക്കുന്നുണ്ട്. 3 വട്ടം ഈശോ നിലത്ത് വീഴുന്നുണ്ട്. മുട്ടുകൾ പൊട്ടി അവന്റെ രക്തം വാർന്നൊഴുകി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ആ കുരിശ് ചുമന്ന തിരുത്തോളിന്റെ മുറിവ് വളരെയേറെ ആഴത്തുള്ള മുറിവ. അതിൽ നിന്ന് രക്തമൊഴുകി. മണ്ണിൽ വീഴുന്ന യേശുവിന്റെ രക്തം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കുരിശിന്റെ വഴിയില് ഈശോ പലവട്ടം വീണ് മുറിവേറ്റ് ഈശോ ചിന്തിയ അമൂല്യ രക്തത്തിന്റെ വലിയ യോഗ്യത നമുക്ക് വേണ്ടി, നമ്മൾ വസിക്കുന്ന മണ്ണിനു വേണ്ടി, ഈ ഭൂമിക്ക് വേണ്ടി സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധമായ രക്ഷാകര പദ്ധതിയില് അവിടുത്തെ രക്തം ചിന്തി, ദൈവത്തിന്റെ യേശുവിന്റെ രക്തം വീണ മണ്ണ്, വീണ ഭൂമിയാണ് നമ്മുടെ ഭൂമി, നമ്മുടെ മണ്ണ്. ഈ മണ്ണിനെ നമുക്ക് കർത്താവിന്റെ രക്തം അവകാശപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്ന് ഒത്തിരി പാപം നിറഞ്ഞ ഭൂമി, പിശാചിന്റെ പിടിയിൽ അമർന്നു പോയ ലോകം, ഒത്തിരി ശാപം പേർന്ന ഭൂമി, നിഷ്കളങ്ക രക്തം വീണ ഭൂമി, ഇവിടെ യേശുവിന്റെ പരിശുദ്ധ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുരിശിന്റെ വഴിയിൽ തുടങ്ങി നമ്മൾ കാണുന്ന മറ്റൊരു വലിയ സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അമ്മ ചിന്തുന്ന രക്തക്കണ്ണുനീരിന്റെ സാന്നിധ്യം. കുരിശിന്റെ യാത്രയില് പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീര്, അമ്മയുടെ രക്തക്കണ്ണീരിന്റെ ജപമാലയുണ്ട്. പരിശുദ്ധ അമ്മ ചിന്തിയ കണ്ണീരിന്റെ, രക്തക്കണ്ണീരിന്റെ വ്യാകുലവാളാൽ കുത്തിപ്പിളർക്കപ്പെട്ട വിമല ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ രക്തത്തിന്റെ അദൃശ്യ സാന്നിധ്യം, ഇതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്, ധ്യാനിക്കുന്നത്.
അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ പരിശുദ്ധ രക്തം, പരിശുദ്ധ അമ്മയുടെ ആ നിഷ്കളങ്ക രക്തം, രക്ത കണ്ണുനീര്, ഇതെല്ലാം അവകാശപ്പെട്ടുകൊണ്ട് നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ഒരുക്കി തരുന്ന ഈ മഹാത്ഭുതം, ഈ മഹാദാനം യോഗ്യതയോടെ സ്വീകരിച്ച് അവകാശപ്പെട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ വലിയ കൃപയിലും രക്ഷാനുഭവത്തിലുമാക്കി എടുക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയാണ്. ഇവിടെ ദൈവമക്കളെ, ഈ ദിവസങ്ങളിലൊക്കെ ദിവികാന സന്നദ്ധിയില് രക്തത്തിന്റെ മുമ്പില്, പരിശുദ്ധ അമ്മയുടെ രക്ത കണ്ണുനീരിന്റെ മുമ്പിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ ഒത്തിരിയേറെ വലിയ അനുഭവങ്ങളാണ് ലഭിക്കുന്നത്. റോസാ മിസ്റ്റിക്ക മാതാവ് രക്തക്കണ്ണീരൊഴുക്കി തന്റെ പുത്രന്റെ പീഡാസഹനത്തെ സ്വീകരിക്കാതെ വഴിതെറ്റി നശിച്ചു പോകുന്ന മക്കളെ ഓർത്ത് വേദനിക്കുന്ന പരിശുദ്ധി അമ്മ, ഈശോയുടെ രക്ഷാകര പ്രവൃത്തി അത് ഹൃദയത്തിൽ ഏറിക്കൊണ്ട് ആ മകന്റെ പിന്നാലെ സഹരക്ഷകയായി നടക്കുന്ന പരിശുദ്ധി അമ്മ, അമ്മയുടെ രക്തക്കണ്ണുനീര് അമ്മയോർത്ത്, നമ്മുടെ ആത്മനാശത്തെ ഓർത്ത്, പൗരോഹിത്യത്തെ ഓർത്ത്, സമർപ്പണ ജീവിതത്തിന്റെ നാശത്തെ ഓർത്ത് വേദനിച്ച് കരയുന്ന അമ്മയുടെ രക്തക്കണ്ണീര്, ഇതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഓർക്കാം മക്കളെ, എത്രയോ ഭാഗ്യപ്പെട്ടവരാ നമ്മള്. നമുക്ക് വേണ്ടി ഇതുപോലെ രക്തചിതി മരിക്കാൻ ഒരു രക്ഷകനായ ഈശോ നമുക്കുണ്ട്. നമുക്ക് വേണ്ടി രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കാൻ ഒരു നല്ല അമ്മ നമുക്കുണ്ട്. സ്വർഗം മുഴുവനും നമുക്ക് വേണ്ടി ഇടപെടാൻ കൂടെയുണ്ട്. ഈ ഇടപെടലും ഈ സാന്നിധ്യവും ഈ വലിയ കരുണയും ഒക്കെ സ്വന്തമാക്കി നമുക്ക് രക്ഷപ്പെടാം മക്കളെ. എത്രയോ പണ്ടേ രക്ഷപ്പെടേണ്ടതാണ്. എന്നാൽ ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ ഇതിൽ നിന്നൊക്കെ അകന്നു കഴിയുന്ന നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ പൗരോഹിത്യം, നമ്മുടെ സന്യസ്തര്, പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ ഒത്തിരി വേദനിക്കുന്നുണ്ട്, പരിശുദ്ധ ഒത്തിരി വേദനിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അമ്മയുടെ രക്തക്കണ്ണീരോട് ചേർത്ത് ഈശോയുടെ പീഡാസഹനങ്ങളിലേക്ക് അമ്മയെയും നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും നമ്മുടെ മക്കളൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ആരാധനയില്, ഈ ആരാധനത്തില് വലിയ കൃപയ്ക്കും അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി കുരിശ് ചുമന്നുകൊണ്ട് ഈ ശപിക്കപ്പെട്ട മണ്ണില് അങ്ങയുടെ പരിശുദ്ധ രക്തം വീഴ്ത്തിക്കൊണ്ട് ഈ മണ്ണിനെ വിശുദ്ധീകരിക്കുവാനും രക്ഷിക്കുവാനും ഈ ഭൂമിയെ മുഴുവനും പുതുതായി സൃഷ്ടിക്കുവാനും അങ്ങ് തിരുമനസ്സായല്ലോ. അങ്ങ് കുരിശന്റെ യാത്രയിൽ ചിന്തിയ തിരുരക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് ഈ നൊവേനയുടെ ഈ ആരാധനത്തില് ആയിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മക്കൾ വസിക്കുന്ന വീടിരിക്കുന്ന മണ്ണ്, ഉപജീവന മാർഗങ്ങള്, കൃഷിയിടങ്ങള്, വളർത്തു പക്ഷിമൃഗാദികള്, ഉപജീവന മാർഗങ്ങള്, ജോലി, ബിസിനസ്, മക്കളുടെ പഠനം, ഈശോയെ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ, വീണ്ടെടുക്കപ്പെടട്ടെ, രക്ഷിക്കപ്പെടട്ടെ. ഈശോയെ, ഞങ്ങളെല്ലാ നിയോഗങ്ങളും അങ്ങ് തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും എല്ലാ രക്ഷാകരമായ ഫലങ്ങളും ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി ഞങ്ങളിതാ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങേ തിരുരക്തത്തെ ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങേ തിരുരക്തത്തെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സ്വയം കുരിശു ചുമന്ന് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ പരിശുദ്ധ രക്തം കർത്താവെ ഞങ്ങളിതാ വിശ്വാസത്തോടെ സ്വീകരിച്ച് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ കുരിശന്റെ യാത്രയില് അങ്ങയോട് കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വ്യാകുല വാളാൽ കുത്തിപ്പിളർക്കപ്പെട്ട വിമല ഹൃദയത്തോട് ചേർത്ത് അമ്മ ചിന്തിയ രക്തക്കണ്ണുനീരിന്റെ വലിയ യോഗ്യതകളില് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രക്തസാന്നിധ്യമുള്ള സഹനത്തിന്റെ വലിയ ആഴങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന ആ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധനത്തിന്റെ നൊവേനയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. രക്ഷകനായ ഈശോയെ, കുരിശിന്റെ വഴിയിൽ അങ്ങ് ചിന്തിയ
രക്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും നിയോഗങ്ങളിലും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ യാചിച്ചപേക്ഷിക്കുന്നു. രക്തം വാർന്നൊടുക്കുന്ന അങ്ങേ തൃപ്പാദത്തിങ്കൽ മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ച് ഞങ്ങൾ വിശ്വാസത്തോടെ അപേക്ഷിക്കുന്നു. അങ്ങേ തിരു രക്തത്തിൽ നിന്ന് പ്രവഹിക്കുന്ന കരുണയും കൃപകളും ഞങ്ങളിൽ നിറയ്ക്കണമേ. ജീവിതാവസാനം വരെ ഞങ്ങളുടെ ഏക പ്രത്യാശ അങ്ങയിലാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാലും ഞങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് നടത്തിയ കുരിശിന്റെ വഴിയിൽ അങ്ങ് ചിന്തിയ ഓരോ തുള്ളി രക്തത്തിന്റെ യോഗ്യതയാലും പരിശുദ്ധ അമ്മ ഈ കുരിശിന്റെ വഴിയിൽ ചിന്തിയ രക്തക്കണ്ണുനീരിന്റെ യോഗ്യതയാലും ഞങ്ങളുടെ യാചനകൾ ദയവോടെ കേൾക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രത്യേകമാവിധം ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും വ്യക്തിപരമായിട്ട് സമർപ്പിക്കുക. നമ്മുടെ മക്കളുടെ പഠനം, പരീക്ഷ, ജോലി, വിവാഹം, ദേശത്തായിരിക്കുന്ന മക്കള്, ദൂരത്തായിരിക്കുന്ന മക്കള്, ദൂഷികൾക്ക് അടിമപ്പെട്ടു പോയ മക്കള്, നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക മേഖല എല്ലാം സമർപ്പിച്ച് വ്യക്തിപരമായി പ്രാർത്ഥിക്കും. ഈശോയെ, ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബങ്ങളുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും വലിയ കൂട്ടായ്മയിൽ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കേട്ടണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഓ എന്റെ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ ജീവിതകാലത്ത് അനുകമ്പയോടെ മനുഷ്യ മക്കളെ അങ്ങ് നോക്കി, പല വിധത്തിൽ സഹിക്കുന്നവരെ അങ്ങ് ആശ്വസിപ്പിച്ചു, രോഗികളെ അങ്ങ് സുഖപ്പെടുത്തി, പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശ നൽകി, പാപികളെ പാപമോചനം നൽകി അനുഗ്രഹിച്ചു, അനേകം പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ട് അങ്ങയുടെ മക്കളെ അങ്ങ് സുഖപ്പെടുത്തി, എല്ലാ വിധത്തിലും തകർന്നവരെ അങ്ങയുടെ ശക്തമായ അധികാരത്താൽ ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി ശക്തരാക്കി. ഓ ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിലെ തിരുമുറിവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിന്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും, ഇപ്പോൾ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പ്രത്യേകമാ വിധത്തില് ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് നൽകണമേ. ഓ ഈശോയെ, ഞങ്ങളുടെ ദുഃഖത്തിന്റെ കണ്ണുനീർ മാറ്റി സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും കണ്ണീരോടെ അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കുടുംബവും എല്ലാ മക്കളും ഒരുമിച്ച് അങ്ങയെ ആരാധിച്ച് നന്ദി പറയുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എനിക്കായി ക്രൂശിതനായ ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ വിലയേറിയ തിരുരക്തത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ വിലയേറിയ തിരുരക്തത്തെ, ഈശോയുടെ വിലയേറിയ തിരുരക്തം ഞങ്ങളെയും ലോകം മുഴുവനെയും ഒതുങ്ങി പിടിക്കട്ടെ. ആമേൻ. ഈശോയുടെ തിരുസന്നിധിയില് അവിടുത്തെ പീഡാസഹനങ്ങളുടെ ആധിക്യത്തോട് ചേർത്ത് അവിടെ ചിന്തിയ രക്തത്തിന്റെ അപരിമയ ശക്തിയും യോഗ്യതകളും അവകാശപ്പെട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥമായ വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധമേത ആശീർവദിക്കുകയാണ്. ആശീർവാദത്തിന്റെ ശക്തി നമ്മിൽ പ്രകടമാക്കുകയാണ്.
വിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, കുരിശിന് വഴിയിൽ അങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തം ഇപ്പോൾ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ മണ്ണിന്റെ മേൽ, എല്ലാ മക്കളുടെ മേലും തളിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് എന്റെ കരങ്ങളും ഉയർത്തി ഈശോയെ സ്പർശിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കും മക്കളെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിന്റെ പാരമ്യം അനുഭവിച്ചുകൊണ്ട് അങ്ങ് നൽകുന്ന സൗജന്യ രക്ഷ സ്വന്തമാക്കിയെടുക്കാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. ഞങ്ങളുടെ മക്കൾ മാനസാന്തരപ്പെടട്ടെ, ഈ സ്നേഹത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഈ സ്നേഹത്തിന്റെ രക്ഷയിലേക്ക് വരുവാൻ ഇടയാകട്ടെ. കർത്താവേ,